എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും. അതെ, സ്വാഗതം പറയാൻ ഞങ്ങളുടെ നങ്ങേലി പെണ്ണ് വന്നു. നങ്ങേലി പെണ്ണേ സ്വാഗതം വന്നു പറയൂടോ. നോണയാ കണ്ണൻ ചെന്നെ കൊണ്ട് പറയത്തേക്ക്, കണ്ണൻ ചെന്നെ കൊണ്ട് പറ. പോയി ഇത്രേ ഉള്ളു. സ്വാഗതം പറയാൻ വേണ്ടി മാത്രം വന്നതാ. ഇനി എന്റെ കണ്ണൻ കുറ്റി വന്നിടാ. അമ്മന്റെ കണ്ണും കുറ്റി പോയി, കണ്ണും കുട്ടി ഒക്കെ വന്നിട്ടേ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ടേ ഭയങ്കര മടി മലസത്തേക്ക് ആയിട്ടിരിക്കുക. അപ്പൊ എനിക്ക് എൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണോ ആ രീതിയിൽ തന്നെ കണ്ണനും പോവാൻ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു, ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം, എപ്പോഴും ഉറങ്ങണം കിടക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അത് മടിയുടെ ലക്ഷണങ്ങളാണ്, വേറെ ഒന്നുമല്ല. പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് തന്നെ ഏറ്റവും വൃത്തിയായിട്ട പരിപാടിയാണെന്ന് എനിക്കറിയാം. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളതൊക്കെയാണ് നല്ലൊരു പരിപാടി. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എണീക്കുമ്പോൾ വിചാരിക്കാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണം. എവിടെ കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും നാളെ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, ഇതിപ്പോൾ ഇന്നും വെറുതെ ഇരിക്കാം, അത് കഴിഞ്ഞ് നാളെ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ഒരു മടി. ഇവൻ എന്നോട് പറയൂല അമ്മ ചെയ്യുന്നൊന്നും പറയില്ല. ഇവനാണെങ്കിൽ അതിലും വലിയ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കും, ഉറക്കം വരുന്ന പോലെ. അപ്പം ഞാൻ വിചാരിക്കും എന്തായാലും കണ്ണടച്ചിരിക്കുന്നത്, കണ്ണൻ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നുള്ളതിൽ ഞാനും പോയി കിടക്കും. അങ്ങനെ രണ്ടാമതും കൂടെ കെട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് പരിപാടി. അത് എണ്ണതിങ്ങനെ ഇരുന്ന് ഉറങ്ങും ഞങ്ങൾ. അതാ ചക്ക എടാ ഉറങ്ങാണ്ട് നീ കാര്യം പറയേ. ഞങ്ങളെ നമ്മളിങ്ങനെ പറയില്ലേ, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. ഇപ്പം കാലും കൈയും ഒന്നും ഇല്ലാത്ത കുട്ടികളും ആളുകളും ഒക്കെ അവർക്കുള്ള ഒരു കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ പടങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൈയും കാലും യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർ ചിലപ്പോൾ പാട്ട് പാടുന്നതായിരിക്കാം. അല്ല അവർക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ ആ ഉള്ള അവയവങ്ങൾ വെച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഈശ്വരൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ കണ്ണന് വയ്യാണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പോലും അറിയാതെ ഒരു ഓർമ്മയില്ലാണ്ട് കിടന്നിരുന്ന ഒരു സമയത്ത് അവയെങ്ങനെയെങ്കിലും ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 5 മാസം സമയത്തൊക്കെ ആൾക്ക് പാട്ടിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ ICUയിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു പാട്ടിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ICUവിൻ്റെ ഉള്ളിലാണെങ്കിലും പാട്ട് വെക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യാം. ചിലപ്പോൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചിലപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഉണരാനൊക്കെയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പണ്ടെന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പാട്ടൊക്കെ വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണുപൊട്ടി കണ്ണൊക്കെ തുറന്നു കേട്ടോ. പിന്നെ വയ്യാണ്ടായ സമയത്താണെങ്കിലും ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആള് ചിരിയും കരച്ചിലൊക്കെ മാറുമായിരുന്നു. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എടുക്കുമ്പോൾ നഴ്സുമാരൊക്കെ പറയും, അത് ഞങ്ങളുടെ പാട്ടുകാരനാണ്, നീ വലുതാകുമ്പോൾ വലിയ പാട്ടുകാരനാവും, അപ്പം നീ ഞങ്ങളൊക്കെ നിന്നെ നോക്കിയതൊക്കെ നീ എല്ലാവരുടെ അടുത്തും പറയണേട്ടാ കണ്ണാ എന്നൊക്കെ പറയാറുണ്ട് നഴ്സുമാരൊക്കെ വന്നെ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാം, എൻ്റെ കണ്ണൻ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവൻ വലിയ പാട്ടുകാരനൊക്കെ ആവും, കാരണം അവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ കണ്ണനാണെങ്കിൽ ഇപ്പോൾ സംസാരത്തിൻ്റെതായിട്ടുള്ള ഒന്നുപോലും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പാട്ടിനെ പറ്റി ഒന്ന് ആഗ്രഹം, പക്ഷേ എന്തെങ്കിലും ഒരു കഴിവ് ഈശ്വരൻ, ഞാൻ അവരോട് പറയടാ കണ്ണൻ നിനക്ക് ആളുകളെ ചിരിച്ചു മയക്കാനാണോടാ ഈശ്വരൻ കഴിവ് തന്നേക്കുന്നത്, കണ്ണൻ്റെ ചിരിയിലാണല്ലോ എല്ലാവരും വഴങ്ങി വീഴുന്നത്. അപ്പോൾ തന്നെ കണ്ടില്ലേ ഉറങ്ങണം, എന്നാലും ചിരി ഞങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ചിരിക്കണം, കുഞ്ഞിക്കള്ളനാണല്ലോ ഇത്. ഒരു മണ്ണിരുപനെ കടിച്ചോ അയ്യോ മന്ദക്കം പല്ല് വെച്ച് കടിച്ചു. ഇത് ചപ്പടും. എനിക്കിങ്ങനെ അവനെന്നെ ഇങ്ങനെ ചപ്പുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നതേ ഒറ്റപ്പാലത്ത് ഒരു ശൈല എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾ കുറച്ചായി അമ്മയും മോനും ഭൂമിയിലില്ല, എന്നാലും ഞാൻ അവരിതുവരെ നേരിൽ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെയുള്ള കോണ്ടാക്ട് മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഓരോ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് അവരെ. അപ്പോൾ ആ ആൻറ്റി ഉമ്മ തരാനായിട്ട് ശരത്തിൻ്റെ അടുത്ത് പറയുമ്പോഴേ, ശരത്ത് എന്ന് പറയുമ്പോൾ എന്നേക്കാളും ഏജ് ഉണ്ട് കേട്ടോ, എന്നേക്കാളും 1-2 വയസ്സിന് മൂത്തതായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യില്ല, കണ്ണം പോലെ തന്നെ കിടപ്പ് അങ്ങനെയൊക്കെയുള്ളൊരു ഏജ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ചേട്ടന്ന് വിളിക്കണം. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു കുട്ടികളെയൊക്കെ അവരൊക്കെ എപ്പോഴും ഇപ്പം കണ്ണനൊക്കെ ആണെങ്കിലും കണ്ണനേക്കാളും ചെറിയ ഉണ്ണികളാണെങ്കിൽ പോലും കണ്ണവാവ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുള്ളൂ. ശരത്തെന്ന് പറയുമ്പോൾ ഒരു കുട്ടി എന്ന് പറയാനേ എനിക്കും തോന്നാറുള്ളൂ. അപ്പം ശരത്തിൻ്റെ അടുത്ത് ശൈലാൻ്റെ ഉമ്മ തരാനൊക്കെ പറയുമ്പോഴേ ശരത്തിന് പ്രായമൊക്കെ ഉണ്ട്, വലിയ
അപ്പോൾ മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-28 വയസ്സൊക്കെ, എന്നെക്കാളൊക്കെ 2 വയസ്സിനൊക്കെ മൂത്തതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോഴും പല്ലൊന്നും ഇല്ല, പല്ലൊക്കെ മുഴുവൻ പോയി. അപ്പം ഇങ്ങനെ ആരും ഓണ വെച്ചിട്ട് ഇങ്ങനെ ശൈലാന്റിക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ കോളിൽ കണ്ടിട്ടുള്ളതൊക്കെ എനിക്കൊരു ഓർമ്മ അങ്ങനെ വരും. അപ്പോൾ അല്ല കണ്ണ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ദിവസം മുൻപ് ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് ഞാനൊരാളവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ. എനിക്കെന്തോ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആളുകളെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഒക്കെ കാണുമ്പോഴും പ്രത്യേക ഇഷ്ടം അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം എനിക്കറിയില്ലായിരുന്നു, ഞങ്ങളൊരു അമ്പലത്തിലേക്ക് വേണ്ടി പോയത് അവിടെ. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ആൻറ്റി വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ എൻ്റെ മോനും അതുപോലെ തന്നെ ഒരു മോൻ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ വീട് തൊട്ടപ്പുറത്തായിരുന്നു, അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ കാണുന്നതും അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾക്കറിയാം നമ്മുടെ ആ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളങ്ങനെ പോയിട്ടോ. അഭിറാം എന്നാണ് കേട്ടോ അവൻ്റെ പേര്. എന്നെക്കാളും മൂത്തതാണ്, ഇപ്പോൾ 32 വയസ്സൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് എന്നെക്കാളും മൂത്തതാണെങ്കിലും എനിക്കതൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമ്മുടെ അറിവുകളും കാര്യങ്ങളും ഒന്നും അവർക്കില്ല. അപ്പം അവരെന്നും ഒരു കുഞ്ഞു മക്കള് തന്നെയാണ്. അവരിപ്പോൾ എത്ര പ്രായമായിക്കോട്ടെ, അവരെ നമുക്കൊരു കുഞ്ഞു മോനായിട്ട് തന്നെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഏജ് എത്രയായിക്കോട്ടെ. ഇപ്പം ഞാൻ കണ്ണൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ല, കണ്ണനേക്കാളും കുഞ്ഞി ഉണ്ണികളും ഇപ്പോൾ കല്യാണെങ്കിലും ജാനിയാണെങ്കിലും ഒക്കെ കണ്ണൻ ചേട്ടാന്ന് വിളിക്കുന്നതിലും കൊടുത്ത് ചിലപ്പോൾ കണ്ണവാവേ കുഞ്ഞാവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊഞ്ചിക്കുക. അത് നമുക്ക് ഇവർ ഭയങ്കര നിഷ്കളങ്കരാണ്, ഇവരുടെ മനസ്സിൽ കളങ്കമില്ല. അപ്പം പിന്നെ അവർ നമുക്ക് എന്നും കൊച്ചു മക്കളായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചേച്ചിന്നോ ആൻറ്റീന്നോ എന്തൊക്കെയാന്ന് തോന്നുന്നു ആള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആളെക്കാളും ഏജ് കുറവാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്തോ ആളൊരു കുട്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ, അഭിചേട്ടൻ അല്ലേ വേണ്ട. ആലപ്പുഴ നമ്മുടെ ഒരു അഭിചേട്ടനെ കണ്ടില്ല, അഭിറാം വൈശാഖ് 2 പേരുണ്ടെന്ന് പറയാമല്ലോ. 2 പേരുണ്ടല്ലേ. അപ്പോൾ കണ്ണൻ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കണ്ണൻ അമ്പലത്തിലേക്ക് കയറിയ സമയത്തായിരുന്നു ഞാൻ ആളെ കാണാനായിട്ട് പോയത് കേട്ടോ. കണ്ണനപ്പോൾ ചേട്ടനെ കൊണ്ടുപോയത് അമ്പലത്തിലേക്ക്. അപ്പം ഞാൻ ആളെ കാണാനായിട്ട് ആ സമയത്ത് പോയത്. അപ്പോൾ ഇത് ഞാൻ ഈ കഴിവുകളുടെ കാര്യം പറയാനെന്ന് വെച്ചാൽ ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ചെവിയും കേൾക്കില്ല. പക്ഷേ ആൾക്ക് അടിപൊളിയായിട്ട് പടം വരയ്ക്കും. അപ്പം എനിക്ക് പടം വരയ്ക്കുന്നവരും പാട്ട് പാടുന്നവരും പ്രത്യേക ഇഷ്ടമാണ്. കാരണം പാട്ട് പാടാൻ എനിക്കറിയില്ല, പക്ഷെ പാട്ട് പാടുന്നത് കേൾക്കാനും പാട്ട് ആസ്വദിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ വരയ്ക്കുന്നവരെയും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഈ വരയും പാട്ടൊന്നും മാത്രമല്ല, എന്ത് കഴിവുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊരു ബഹുമാനം കൂടുതലാണ്. കാരണം നമ്മൾക്ക് എന്താ പറയുക, ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമോ എന്തോ ഒരു ഇഷ്ടമാണ് അത് എനിക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അബീനെ കാണിച്ചു തരാം. അബീനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അബീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ആലപ്പുഴയിൽ ഒരു ആളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഒരു അഭിരാമെന്നല്ലേ പേര്. അഭിരാം ഇവിടെ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പടമൊക്കെ വരയ്ക്കണ ഒരാളല്ലേ, നമ്മുടെ കണ്ണൻകുട്ടിയുടെ പോലെ തന്നെയുള്ളൊരു അല്ലേ. ഇതാരതൊക്കെ വരച്ചേ, അഭിരാമ നല്ല പോലെ വരയ്ക്കൊക്കെ ചെയ്യല്ലോ അഭി. അമ്പോ ഇതെന്തൊരു ഭംഗിയ കാണാനായിട്ട്. ഒക്കെ കാണിച്ചു കൊടുത്തോ. പേരൊന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ, അറിയാലോ. അഭിരാം പറഞ്ഞേ, നാണയ അഭിരാം പറഞ്ഞേ. പറഞ്ഞോ, നാണ വിചാരിക്കണ്ട. പറഞ്ഞേ. അവിടെ മോനെ കൊണ്ട് ഞാനേ വീഡിയോ എടുത്തും കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കാൻ നോക്കുമ്പോ അവന് ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരും കാണുകയല്ലേ, അപ്പൊ ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്നൊക്കെ എല്ലാവരും കാണുമല്ലോ. ഒരു ഉണ്ണിയുണ്ട് കണ്ണന്റെ കാര്യം പറയണേ. കണ്ടതൊക്കെ അഭിരാം വരച്ച പടങ്ങളാണ് കേട്ടോ. അടിപൊളിയായിട്ട് വരയ്ക്കല്ലേ, എന്നിട്ടാണ് മിണ്ടാണ്ടിരിക്കണേ അല്ലേ. ഇത്ര നല്ലപോലെ വരയ്ക്കണ ആളാണ് ഈ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കണത്.
അത് വരച്ച് കഴിഞ്ഞിട്ടില്ലേ അല്ലേ? ഇതാരാ ഇത്? ഇതാരാ? ആരാ? ആ ആ ആ ആ അതാരാ? ഇതാരാ? ഗുരു, ശ്രീ ഗുരു. ആ ആ ആ മറന്ന അത് ആളാണെന്ന്, ഇത് ആയിരിക്കണ ആളാണെന്ന് അല്ലേ? ആ പറയാൻ ട്രൈ ചെയ്തോളോ? ട്രൈ ചെയ്തോളോ? നോക്ക് നോക്ക്, മുഖത്തേക്ക് നോക്ക്. നാണാവണുണ്ടാ? നാണാവണ്ടാ? നാണായാ? ഇത് ഞാനിനി ചാനലിലിടും, എല്ലാവരും കാണും. ഒരു മിടുക്കൻ ഇവിടെ ഉണ്ടെന്ന് എല്ലാരും അറിയാം. ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു മിടുക്കൻ ഉണ്ടെന്ന്. 2 ലക്ഷം ആളുകൾ കാണും. ഇതാരാ? എന്നിട്ട് അത് മുത്തപ്പനാണോ? ഒരാഴ്ചയിൽ 2 ദിവസം കൊറേ നാളായി അപ്പൊ പഠിക്കാൻ പോണ്? തത്ത എങ്ങോട്ട് പോയി? അബി, തത്തയോ? തത്ത എങ്ങോട്ട് പോയി? പോയി. അമ്മ കളഞ്ഞ? ആ അമ്മ തത്തേനെ കളഞ്ഞ ദേഷ്യത്തിലിരിക്കവിടെ. പൈസ കൊടുക്ക്, പൈസ കൊടുക്ക്, അമ്മ പൈസ കൊടുക്ക്. ആ തത്ത കൊണ്ട് കളഞ്ഞിട്ടല്ലേ അമ്മ? ആകെ ഒരു കൂട്ടുണ്ടായതാ അല്ലേ? എന്നെ വിളിക്കോ നീ? എന്റെ ഫോണിൽ വിളിക്കോ? ആ തത്തേനെ കാണിച്ചു തരുന്നത് നബിയുടെ പോയ തത്തയല്ലേ അബിയെ? വീഡിയോ കോള് ഫ്രണ്ട്സിനെ വിളിക്കണത്. മുഖത്ത് വിഷമമുണ്ട് കേട്ടോ. മെഡിസിൻ കഴിക്കാൻ മടിയുണ്ടാ? ഞാൻ ചോദിക്കുന്നു മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ, അതാണ്. നമ്മുടെ ചുണ്ടാനൊക്കെ മനസ്സിലാവും. മനസ്സിലാവില്ല. എന്നെ വിളിക്കോ? എന്റെ മുഖത്തേക്ക് നോക്ക്. എന്തെങ്കിലും നോക്കാത്തെ? എന്നെ നോക്ക്. എന്നെ വിളിക്കോ? ഫോൺ ചെയ്യോ? എന്നിട്ട് എന്നിട്ട് പറയാ വീഡിയോ കോൾ ചെയ്യാ? തത്തേനെ കിട്ടി എന്നെ വിളിച്ച് കാണിച്ചു തന്നോളൂ കേട്ടാ. തത്തേനെ കിട്ടിയാലേ കാണിച്ചു തന്നോളൂ വീഡിയോ കോളില്. ആ നാണം വന്നിട്ടുണ്ട് കുറച്ച്. എന്തോ ഒരു നാണം വന്നിട്ടുണ്ട്. തല കുരിച്ചിരിക്കണേ അല്ലേ? ഇതാണ് കേട്ടോ അബിയുടെ അച്ഛൻ. ഇത് അമ്മ. അതെല്ലാവരും കണ്ടില്ലേ? അബീനെ കണ്ടില്ലേ? അപ്പോൾ അബിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുത്തപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് ഇപ്പം ആളെന്ന് പറഞ്ഞാൽ ആളുടെ ഒരു തത്ത പോയിട്ടേ തത്തേനെ ഉണ്ടായിരുന്നു. ആളുടെ ലോകങ്ങൾ തത്ത, മീൻ, പടം വരയ്ക്കുക, ഫോണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. +2 വരെ പഠിച്ചിട്ടുണ്ട്. TV കാണുക, ഇതൊക്കെയാണ് ആളുടെ ലോകം. ആൾക്ക് അതിൽ കവിഞ്ഞൊരു ലോകമില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആളൊരു തത്ത ഉണ്ടായിരുന്നു. തത്ത 2 ദിവസം മുൻപ് പോയി. കാണാൻ കൂട് തുറന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് പോയി. അപ്പം അതിൻ്റെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ആളുടെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നതൊന്നും ആൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ
ചുണ്ടനങ്ങുന്നതൊന്നും ആൾക്ക് വലിയ പിടുത്തം കിട്ടില്ല. നമ്മുടെ മുഖത്തേക്ക് ഒന്നും ആൾ അങ്ങനെ എന്തെങ്കിലും നോക്കണമില്ല. അച്ഛനും അമ്മയും പറയുന്നത് അവരുടെ ചുണ്ടനങ്ങുന്നതും അവർ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നതും ഒക്കെ ആളെ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അബിയുടെ അടുത്ത് കുറച്ച് നേരം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തു. അല്ല കണ്ണാ? പിന്നെ കണ്ണനെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അബി. കണ്ണൻ്റെ കൈയൊക്കെ കൊടുത്ത് ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ആലപ്പുഴ പോകുമ്പോൾ കാണാട്ടാ ചേട്ടനെ. കാണാട്ടാ. കണ്ണന് ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ കണ്ണനെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര ഒരു മനുഷ്യ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് കാണാനായിട്ട് തോന്നുന്നു. ഞാൻ എൻ്റെ മോനായിട്ട് പൊക്കി പറയുമെന്നല്ല കേട്ടാ. ഭയങ്കര ഒരു സ്നേഹം ആൾക്ക് മൃഗങ്ങളോടായിക്കോട്ടെ മനുഷ്യരോടായിക്കോട്ടെ. ഒരു ഭയങ്കര ഒരു മനുഷ്യ സ്നേഹിയാണ് കണ്ണൻ. ഭയങ്കര ഒരു എന്തോ ഒരു ഇതാണ് ആള് അല്ലേ? അതല്ലേ ഈ ചിരി. അമ്മ വന്നിരുന്ന് കണ്ണനെ പൊക്കി പറയാ. വീഡിയോയിൽ വന്നിരുന്നിട്ടുണ്ട് കണ്ണനെ പൊക്കി പറയാം. കുറെ ദിവസമായില്ലേ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ. ഇത് തന്നെയാണ് കേട്ടോ മെയിൻ കാരണം. നമ്മ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, കുറെ ദിവസങ്ങളായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ഉത്സവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയായിരുന്നില്ല. ഞങ്ങൾ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാ ചേലുക്കാവില് ഉത്സവം കാണാൻ പോയി. കണ്ണൻ ലൈറ്റൊക്കെ കണ്ടു അല്ലേ? ഞങ്ങളവിടെ പാടത്തൊക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് എല്ലാ കൊല്ലത്തെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. ചേലക്കാവ് താലപ്പൊലിക്ക് പോകുന്നത്. അപ്പം അമ്പലത്തിൻ്റെ അവിടെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴേ ഒരാളുണ്ട്. അപ്പം ആലിൻ്റെ അവിടേക്ക് വരുമ്പോൾ വെളുപ്പിന് പൂരമൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ആ വെളുപ്പിനത്തെ ഒരു പൂരം ഒരാന വന്നിട്ട് അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, കൊട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വെളുപ്പിന് പൂരത്തിന് വരുമ്പോൾ നമ്മൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നടക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം കണ്ണൻ്റെ അച്ഛൻ പോയിട്ട് കണ്ണൻ ഉണ്ടാവുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചു വിട്ട. അങ്ങനെ ഉണ്ണി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിറ്റത്തെ കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയ മുതലാട്ടോ അത്. അതുകൊണ്ട് തന്നെ ചേട്ടന് എന്ത് വിഷമമുണ്ടെങ്കിലും എല്ലാ വർഷവും വെളുപ്പിനത്തെ പൂരം കാണാനായിട്ട് പോകും. ആ ഒരു വൈകിട്ടത്തെ ശീവേലിനേക്കാളും പ്രാധാന്യത്തോട് കൂടെ ചേട്ടൻ പോകുന്നത് ഞാൻ അറിയാറില്ല. ഞാൻ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. കണ്ണനൊന്നും അറിയാറില്ല. പക്ഷെ ചേട്ടൻ എല്ലാ വർഷവും വെളുപ്പിനത്തെ പൂരം കാണാനായിട്ട് ആലിൻ്റെ അവിടേക്ക് പോകട്ടോ. പിന്നെ ഈ കൊല്ലം അച്ഛൻ എന്തൊക്കെയോ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയില്ല എന്തിട്ടാന്ന്. കണ്ണുകുട്ടന് ഓടാനോ ചാടാനോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അല്ലേ കണ്ണാ? ടാറ്റ പറഞ്ഞേ, ഒരു ടാറ്റ പറഞ്ഞേ. ഇവൻ എന്തിട്ടാ കണ്ണടച്ച് പിടിച്ച് ചിരിക്കുന്നു. ഇവൻ എന്തൊട്ട് ചെക്കനോട് കണ്ണടച്ച് പിടിച്ച് ചിരിക്കുന്നവൻ. ഉറക്കം വന്നിട്ട് ഞങ്ങളിത് ഇങ്ങനെ ഉറക്കം പോയിരിക്കുമ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വല്ല ഭംഗി ഉണ്ടാവോ? നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോഴല്ലേ വീഡിയോ എടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാത്തെ. നീ ചിരിച്ച് കളിച്ചിരിക്കടാ, അപ്പൊ വീഡിയോ എടുക്കാടാ. മത്തങ്ങേ ടാറ്റ പറയും. ടാറ്റ പറഞ്ഞിട്ട് പോവാൻ നമുക്ക്. ഒക്കെ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ? പഠിച്ചു, ഈ പഠിച്ചു, ഊ പഠിച്ചു. ഇനി ABCD പഠിപ്പിക്കാൻ പോവാ അല്ലേ? ടാറ്റ പറയും. ടാറ്റ പറയടോ. ടാറ്റ ടാറ്റ.